Kitchen Magic Season 4 powered by Kitchen Treasures and presented by Datri Eat Pure മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുക്കൂസ് കിച്ചൺ മാജിക് സീസൺ 4 എന്നുള്ള ഈ ഒരു പാചക മത്സരം അഥവാ പാചക റിയാലിറ്റി ഷോ ഒരുപാട് റൗണ്ട്സിലൂടെ കടന്നു പല പല എപ്പിസോഡ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ മത്സരം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇതിൽ എലിമിനേഷൻസ്, അവസാന ഭാഗം വരുമ്പോൾ ആരൊക്കെയാണ് സെമി ഫൈനലിസ്റ്റ് ആൻഡ് ഫൈനലിസ്റ്റ് എന്നുള്ള തീരുമാനങ്ങൾ ഒക്കെ വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊരു എലിമിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വളരെ വിഷമമാണ്. നമ്മളോടൊപ്പം ഇത്രയും നാൾ സഞ്ചരിച്ച മത്സരാർത്ഥികളിൽ നിന്നും ഒരാൾ ഈ മത്സരത്തിൽ നിന്നും പുറത്തേക്ക് പോകും. അപ്പം അതൊന്നും വലിയ സന്തോഷമുള്ള കാഴ്ചകളല്ല. എങ്കിൽ പോലും നമ്മൾ എലിമിനേഷൻ റൗണ്ടും ഫേസ് ചെയ്താലേ പറ്റൂ. അപ്പോൾ ഇന്നത്തെ എലിമിനേഷൻ റൗണ്ട് കാണുക, വിലയിരുത്തുക. എന്നോടൊപ്പം ഇന്നും ഷെഫുണ്ട്. ഷെഫിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഷെഫ് പ്ലീസ്. അപ്പം നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് എലിമിനേഷൻ. ഭയങ്കര സങ്കടമുള്ള റൗണ്ടാണ്. അവർ ഭയങ്കര ടെൻഷനിലാണ്. പക്ഷേ elimination part of a competition, so we have to face it and they have to face it. appo vilikale avare yes well. അങ്ങനെ ഡേഞ്ചർ സോണിലുള്ള നമ്മളുടെ 5 മത്സരാർത്ഥികൾ ഇവിടെ റെഡിയായി നിൽക്കുവാണ്. ഇത് എലിമിനേഷൻ റൗണ്ട് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതിൻ്റെതായ ഒരു ചെറിയൊരു ക്ഷീണമുണ്ടോ? ഒരു ഡള്ളായിരിക്കുന്നു എല്ലാവരും. ഇതിൽ ഏറ്റവും ഡള്ളായിരിക്കുന്ന ആരാന്ന് ഞാൻ പറയട്ടെ. മുഖത്തൊരു ഭയങ്കര ദുഃഖഭാവം. സാരമില്ല, നന്നായിട്ട് പൊരുതിയാൽ മതി. കോമ്പറ്റീഷൻ അല്ലേ, എല്ലാവരുടെ മൊത്തം ഉണ്ട് ഒരു ഡൾ ഫീലിങ്. ഓക്കെ, എന്താ വെച്ചാൽ ഇതൊരു എലിമിനേഷൻ ആണ്. അപ്പോൾ എന്തായാലും ഒരാൾ എന്തായാലും എലിമിനേറ്റഡ് ആയാലേ പറ്റും. കാര്യം മത്സരമാണ്. ഇനി വളരെ കുറച്ച്, ഇനി സെമി ഫൈനലാണ് അടുത്തത് വരുന്നത്. അപ്പോൾ എത്ര പേരാണ് സെമി ഫൈനലിലേക്ക് എന്നൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അത് അത്രയും ആൾക്കാർ മാത്രം സെമി ഫൈനൽ, ദെൻ ഇറ്റ് ഈസ് ഫൈനൽസ്. പിന്നെ അതിൽ നിന്നും ഉണ്ടല്ലോ സെലക്ഷൻ, അതും ഫൈനൽ അല്ലല്ലോ. പിന്നെ ഫൈനലിലേക്കും വളരെ കുറച്ച് ആൾക്കാരല്ലേ പോകും. പാർട്ട് ഓഫ് എ കോമ്പറ്റീഷൻ, യു ഹാവ് ടു ഫേസ് ഇറ്റ്. നിങ്ങൾ പല പല ഘട്ടങ്ങളിലൂടെ നിങ്ങളിപ്പോൾ ഡേഞ്ചർ സോണിൽ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അവസാന ശ്രമം. അപ്പോൾ റൗണ്ട് വളരെ സിമ്പിളായിരിക്കും, പക്ഷേ ട്രിക്കി ആയിരിക്കും. അതെപ്പോഴും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു ഇതൊക്കെ. അപ്പം നിങ്ങൾക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തരും. അതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. പെട്ടെന്നൊരു വിഭവം തയ്യാറാക്കുക. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. 15 മിനിറ്റ്സ് കുക്കിംഗ് ആണ്. 15 മിനിറ്റ് സമയം കൊണ്ട് ഒരു വിഭവം തയ്യാറാക്കാം. 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക, ചേരുവകളൊക്കെ എടുക്കാനുള്ള എക്സ്ട്രാ ടൈം തരും. ടോട്ടൽ 20 മിനിറ്റ്സ്. 15 മിനിറ്റിന് വേർത്ത് ആയിരിക്കണം ഉണ്ടാക്കുന്ന കാര്യം, അത്രേ ഉള്ളൂ. അപ്പൊ ഐറ്റം പറയാം അല്ലേ? പറയണമോ കാണിക്കണമോ? കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി കാണാൻ സാധിക്കും. ടേബിളിലുണ്ട്. എന്താണെന്ന് മനസ്സിലായല്ലോ? പല സ്ഥലത്തും പല പേരിലാണ് പറഞ്ഞത്. ഇവിടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ പുളിഞ്ചിക്ക എന്ന് പറയും. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക, ഇരുമ്പൻ പുളി എന്ന് പറയും. പിന്നെ ചിലയിടത്ത് ചെമ്മീൻ പുളി എന്നും പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയാ? കാസർഗോഡ് കോവയ്ക്കയുടെ ഷേപ്പ് ആയതുകൊണ്ട് അല്ലേ, കോവയ്ക്കപ്പുളി. ഓക്കെ, ഡിഫറെൻറ്റ് നെയിംസ്. പക്ഷേ സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ആണ് വേണ്ട. അപ്പോൾ ധാരാളം അയൺ കണ്ടന്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഇരുമ്പൻ പുളി എന്ന് പറയുന്നത്. സോ സാർ ടേസ്റ്റാണ്, ചെറിയ പുളിയാണ്. പുളിയുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുറേ ഡിസ്ക്രിപ്ഷൻസ്. എന്തായാലും ഇതുകൊണ്ട് 5 മിനിറ്റ് സമയം തരും ഇതിന് വേണ്ട സാധനങ്ങൾ എടുക്കാൻ. 15 മിനിറ്റ് കൊണ്ട് ഒരു തയ്യാറാക്കും. നിങ്ങളുടെ മിടുക്കോലി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഇന്ന് എലിമിനേഷൻ റൗണ്ടാണ്. ഞങ്ങൾക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഇരുമ്പൻപുളിയാണ്. അപ്പോൾ ഇരുമ്പൻപുളിനെ കൊണ്ട് ഞാനൊരു അച്ചാറാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. പാൻ ചൂടായിട്ട് നമുക്കിതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഗാർലിക്, ചോപ്പ് ചെയ്ത ജിഞ്ചർ, ഇരുമ്പൻപുളി കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കാം, ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇത്തിരി ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരണം. നമുക്ക് അതിനുവേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരക പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇരുമ്പൻപുളി അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പുളിഞ്ചിക്ക് വെച്ചൊരു ജാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാൻ കത്തിച്ചിട്ട് പഞ്ചസാര ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇതൊന്ന് പാവ് കച്ചേണ്ടതുണ്ട്. പുളിഞ്ചിക്ക ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ചങ്കി പീസ് എന്തായാലും വേണം. പഞ്ചസാര പാവ് കച്ചേണ്ടതായിട്ട് കുറച്ച് ലൈം സെസ്റ്റ് ആഡ് ചെയ്യാം. പഞ്ചസാര പാവായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിഞ്ചിക്ക ചേർക്കാം. കുറച്ച് 2-3 ഡ്രോപ്സ് മാത്രം ഞാൻ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡേഞ്ചർ സോൺ റൗണ്ടിൽ ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് കിട്ടിയത് പുളിഞ്ചിക്കയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ജാമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് പുളി തോന്നുന്നുണ്ട്. ബാക്കി നോക്കാം. കഴിഞ്ഞിട്ടുണ്ട്.
ഇരുമ്പുളി കൊണ്ട് സ്ക്വാഷാണ് തയ്യാറാക്കുന്നത്. അതിന് നമുക്ക് ഇരുമ്പുളി ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് വെള്ളം ഒഴിക്കുക. ഇരുമ്പുളി ഒന്ന് അടിച്ചെടുക്കാം. ഇരുമ്പുളി അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചെറിയ ചങ്ക്സ് വേണം, എന്നാലും ആ സ്ക്വാഷിൽ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ പഞ്ചസാര ഒന്ന് കുറുകിയിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ചെറുപ്പെടുത്ത് മാറ്റി വെക്കാം. ആവശ്യത്തിന് മധുരം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം തിക്കായിട്ട് എടുക്കണം. കുറച്ചിട്ടിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന സ്ക്വാഷ് ഇരുമ്പുളി മിക്സ് അതിലേക്ക് ഇടുക. എന്നിട്ട് ഇനി നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. പുളി നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ആറി വരണം. ഒരു ഗ്ലാസ്സിലേക്കും ഒരു കാൽ ഭാഗത്തോടെ ഒഴിക്കുക സ്ക്വാഷ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഞാനിതിൽ ചങ്ക്സ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കുടിക്കുമ്പോൾ കടിക്കാനും കിട്ടും. ഇടയ്ക്ക് ലെമണിൻ്റെ സിസ്റ്റും ഉണ്ട്. തയ്യാറാക്കിയിരിക്കുന്ന ഇരുമ്പുളി സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ജഡ്ജസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. സ്റ്റൗ കത്തിച്ച് വെള്ളം ഒഴിക്കാം. ഇരുമ്പുളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റം. 15 മിനിറ്റ് സമയമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇരുമ്പുളി ഇട്ട് കൊടുക്കും. മറ്റൊരു പാൻ വെച്ചിട്ട് ഇത് പുളി കുറച്ച് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഉലുവ പൊടിച്ചെടുക്കണം. എണ്ണ ഒഴിക്കുന്നു. വേണ്ട എണ്ണ പുളി കുറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഉലുവ, കുറച്ച് മുളക് പൊടി, കരിയരുത്. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടി, എത്രയാണോ ആവശ്യം അത്രയ്ക്ക് കായം, ഇരുമ്പുളി അതിലേക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കാം. കായം കുറച്ചുകൂടി ചേർക്കാം. കറിവേപ്പില, ഇച്ചിരി പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. പുളി ഒന്ന് അധികം പുളിയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇത്തിരി കൺട്രോൾ ചെയ്യും. ഇച്ചിരി പഞ്ചസാര ചേർത്താൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. നമ്മളുടെ ഇരുമ്പുളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് എലിമിനേഷൻ റൗണ്ടിൽ കിട്ടിയത് ഇരുമ്പുളിയാണ് തന്നത്. 10 എണ്ണം തന്നു. അത് വെച്ച് എന്തെങ്കിലും 15 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത് ഇരുമ്പുളി അച്ചാറാണ്. എന്നെക്കൊണ്ട് അറിയുന്ന വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എലിമിനേഷൻ റൗണ്ടാണ്. 15 മിനിറ്റ്സ് കൊണ്ട് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നിട്ടുണ്ട്. അത് 15 മിനിറ്റ്സ് കൊണ്ട് കുക്ക് ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ കോവയ്ക്ക പുളി എന്നാ പറയാം. അത് വെച്ചിട്ട് ഞാൻ സ്ക്വാഷാണ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് പഞ്ചസാര പാകം വെച്ചണം. അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. അലിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അലിയിച്ചെടുക്കുക. ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. നമുക്ക് ലെമൺ ജ്യൂസ് ആവശ്യമാണ്. സിട്രിക് ആസിഡാണ് സ്ക്വാഷിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ പൗഡർ വാങ്ങി കിട്ടും. പക്ഷെ നമ്മളത് അതിന് പകരം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നതാണ്. മസാലയെല്ലാം നന്നായി അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ചെടുക്കണം. കാരണം നമ്മൾ ഗ്രാമ്പും ചതച്ചതും ഉണ്ട്. നമുക്ക് അരിച്ചെടുക്കാം. ആ സിറപ്പ് ഒഴിക്കുക. നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ മധുരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ജ്യൂസ് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഇതിലേക്ക് സിട്രിക് ആസിഡും കൂടി ചേർക്കും. ലെമൺ ജ്യൂസാണ് ഞങ്ങളുടെ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് വിത്ത് മിൻറ്റ് ചേർത്തിട്ടുള്ള ഇതുകൂടി ഉണ്ടാക്കാം. നമ്മൾ മിൻറ്റ് ലൈം ഉണ്ടാക്കുന്ന പോലെ തന്നെ മിൻറ്റ് ജ്യൂസും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റാം. നമ്മൾ ജ്യൂസ് ഏതൊരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം നല്ലൊരു കുപ്പിയിലാക്കി വെക്കുക. ഇതിന് വേണമെങ്കിൽ ഇതിൻ്റെ കളർ ആഡ് ചെയ്യാം. ഞാൻ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്കിത് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് ലക്ഷ്മി മാമിൻ്റെ ഷെഫിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. ഇതിൽ പ്രസൻറ്റേഷൻ സമയത്ത് ഇതിപ്പോൾ ചൂടുള്ളതുകൊണ്ടാണ് ചൂടാറിക്കഴിഞ്ഞിട്ട് അതിൽ സ്ക്വാഷ് കലക്കിയിട്ടും കൂടി പ്രസൻറ്റ് ചെയ്യുന്നതാണ്. Kitchen Magic Season 4, powered by Kitchen Treasures and presented by Datri Eat Pure Day, tasting and judgment round.
നമ്മളുടെ കണ്ടസ്റ്റൻസ് റെഡിയായി നിൽക്കുവാണ്. അവരുടെ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. 15 മിനിറ്റ് സമയം കൊണ്ട് പെട്ടെന്നല്ലേ തട്ടിക്കൂട്ടുന്നത്. ഒരുപാട് വലിയ ഇലാബറേറ്റ് കാര്യങ്ങളൊന്നും അല്ല, എങ്കിലും എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പ്ലീസ് വന്നു. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പുളിഞ്ചിക്കയോ അല്ലെങ്കിൽ എന്താ പറയാ കോവയ്ക്കപ്പുളി, ഇരുമ്പൻ പുളി, ഇതെല്ലാം whatever it is, അതിൻ്റെ വിഭവങ്ങൾ നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. 15 മിനിറ്റ് സമയം ഷാർപ്പായിട്ട് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഫിനിഷ് ചെയ്തു 15 മിനിറ്റിൽ, ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരുന്നു. എല്ലാവരും റെഡിയാണ്. ആദ്യം തുഷാര. ഓക്കെ, തുഷാര അച്ചാറാ? സ്പൈസി അച്ചാർ. സ്വീറ്റ് അച്ചാറല്ല, സ്പൈസി അച്ചാർ. സ്പൈസി ഉണ്ട്. കൂടുതൽ സ്പൈസിയാണോ? അപ്പൊ വെള്ളമൊക്കെ ഇടുന്നു. ഓക്കെ, 15 മിനിറ്റിൽ ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിയത് അല്ലേ? പെട്ടെന്ന് ആദ്യം എനിക്ക് മനസ്സിലാവുന്നത് ഇതാ. ആ പുളി സ്പൈസ് എല്ലാം ഉണ്ട്. ഉപ്പിച്ചിലൂടെ ആകാം എന്ന് തോന്നുന്നു. എനിവേ നോക്കാം. ഓക്കെ, ഇത് അച്ചാർ വേറെ വരുന്നുണ്ട് അല്ലേ? ഇനിയും ഉണ്ട് അച്ചാർ. അപ്പൊ ഒരു അച്ചാർ കഴിഞ്ഞിട്ട് നമുക്കൊരു മധുരമാണ്. 20 പറഞ്ഞേ അല്ലേ? അപ്പൊ ഇനി അഞ്ജലി വരും. അഞ്ജലി ഒരു സ്വീറ്റ് ആണെന്ന് തോന്നുന്നു. അഞ്ജലി എങ്ങനെ ഉണ്ടാക്കിയത്? ഞാൻ ഫസ്റ്റ് ഷുഗർ പാവ് കാച്ചി, അത് 2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയപ്പോഴേക്ക് ഞാൻ പുളിഞ്ചിക്ക മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ബാക്കി ചങ്ക്സ് ഉണ്ടായിരുന്നു വലുതായിട്ട് കിടന്ന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനോടിട്ടു. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന നേരത്തെ തന്നെ ലൈം സെസ്റ്റ് കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാമായിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തതും കൂടി ഇട്ട് ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലെടുത്തു. ജാമിൻ്റെ കൺസിസ്റ്റൻസി. എസൻസ് ഒന്നും പൈനാപ്പിളിൻ്റെ എസൻസ് കുറച്ച് 2 ഡ്രോപ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റൻസി അല്ല ഓക്കെ, മധുരം ഓക്കെ അല്ല, പുളി ഏറി നിൽക്കുകയാണ്. ഷുഗർ നല്ല മെൽറ്റ് ആയില്ല. ഞാൻ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചിട്ട്. ഓഹോ, ഷെഫിന് ആ ഷുഗർ എനിക്ക് കിട്ടിയതല്ലേ? നല്ല പുളി. ഓക്കെ, എന്താണെന്ന് അറിയാൻ പറ്റും. ഇത് എന്ത് ജാമാണെന്ന് നമുക്കറിയാൻ പറ്റും. പുളിയുണ്ട്. അത്രയും അറിയുന്ന രീതിയിലല്ല ഉണ്ടാക്കേണ്ടത് അല്ലേ? കുറച്ചൊരു വേണം എങ്കിലും ഷുഗർ കുറച്ച് ക്വാണ്ടിറ്റി പ്രൊപ്പോർഷനിൽ. താങ്ക് യു. ഇനിയിപ്പോൾ എന്താ, മധുരം കഴിഞ്ഞു, ഇനി അല്പം ദാഹം മാറ്റാം അല്ലേ എന്ന് പറയാം. ഷമീർ എന്താണ് ഒരു ജ്യൂസൊക്കെ ആയിട്ട് നിൽക്കുവാണ്. സ്ക്വാഷ് ആണോ? ഓക്കെ, പുളിഞ്ചിക്ക സ്ക്വാഷ്. എങ്ങനെ ഉണ്ടാക്കിയ സ്ക്വാഷ്? ഞാൻ ആദ്യം പുളിഞ്ചിക്ക കുക്കറിൽ ഒന്ന് വേവിച്ചു, ഒരു 2 വിസിലടിച്ചു. എന്നിട്ട് ആ വെള്ളം അതിൽ തന്നെ ഒന്ന് അരച്ചു, ചങ്ക്സ് ഇട്ടിട്ടുണ്ട്. അരച്ചിട്ട് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് അതിൽ ബോയിൽ ചെയ്ത് ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുത്തു. എന്നിട്ട് ഇതിൽ ലെമൺ സെസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നത് ലെമൺ സെസ്റ്റാണ്. ലെമൺ സെസ്റ്റും ഉണ്ട്, അതിൻ്റെ ചങ്ക്സും ഉണ്ട്. അരിച്ചിട്ടൊന്നുമില്ല? ഇല്ല, ഞാൻ അരിച്ചില്ല. സാറിന് സ്പാഷ് എന്ന് പറയുമ്പോൾ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ വെള്ളവുമായി യോജിപ്പിച്ചല്ലേ സ്പാഷ് കുടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുടിക്കുമ്പോൾ ഇടയ്ക്ക് അപ്പോൾ അത് സ്ക്വാഷ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
കുറച്ച് ദിവസമൊക്കെ വെച്ചിരുന്ന് കുടിക്കുന്നതാണ് സ്ക്വാഷ്, ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ചേർത്ത് അല്ലേ. ഇത് നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഡ്രിങ്ക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ, ഒരു ജ്യൂസായിട്ട്. കാര്യം ഇതിനകത്ത് പീസസും എല്ലാ കാര്യങ്ങളും അത് എന്തൊക്കെയോ കുറേ സംഗതികളുണ്ട്. ഷുഗർ ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഏതാണ്ട് ഇങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ നമുക്ക് പണി വാങ്ങിച്ച മട്ടിലാണ് നിൽക്കുന്നത്. കുറെ പുളിയെല്ലാം കൂടെ തന്നിട്ടേ തൊണ്ടയ്ക്കൊക്കെ ഒരു കിച്ച് കിച്ച് എന്ന് തന്നെ പറയാം. നിങ്ങൾ കാര്യമായിട്ട് സൽക്കരിക്കുന്നുണ്ട് ജഡ്ജസിനെ. എനിവേ ഓക്കെ, ശരി, ഓക്കെ. അടുത്തത് ഇനി രാധിക വരും. മറ്റൊരു അച്ചാറുമായിട്ടാണ് രാധികയുടെ കടന്നു വരവ്. രാധിക എങ്ങനെ ഉണ്ടാക്കിയ അച്ചാറില്ലേ? അച്ചാർ ഇതിൽ ഞാൻ ജീരകപ്പൊടി, ഉലുവാപ്പൊടി, കറിവേപ്പില, കടുക്, പിന്നെ ഇതിൻ്റെ പുളി ഇച്ചിരി കൂടുതലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തതാണ്. കുറച്ച് പുളി ആ വെള്ളത്തിൽ പോട്ടെ എന്ന് കരുതിയിട്ട് ഇച്ചിരി പഞ്ചസാര, ഏകദേശം ഒത്തിരി പുളി ഉണ്ടെങ്കിലോ പറഞ്ഞിട്ട് ജീരകം കയറി നിൽക്കുക. പക്ഷേ ജീരകത്തിന്റെ ഫ്ലേവറാണ് മുകളിൽ നിൽക്കുന്നത്. പിന്നെ മസ്റ്റർഡ്, കടുക്, കടുക് എത്ര ഇട്ടായിരുന്നു? കടുക് വളരെ കുറച്ച് അത് ഓയിലിൽ മുകളിൽ മാത്രം ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ. കടുകൊന്ന് പേരിന് പേരിന് വേണ്ടിയിട്ട് കുറച്ച്. അല്ല മാം, അതിൽ കറിവേപ്പില ഇടുമ്പോൾ ആ കടുക് പൊട്ടുമ്പോൾ അതിൻ്റെ ഒരു മണം വരും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഒരാള് ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് മിസ്റ്റർ ഷാനവാസ്. ഷാനവാസും നമ്മൾക്ക് ഒരു എന്താണ് പാനീയം തന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ വരും. ചെറിയ ക്ലാസ്സിലും വലിയ ക്ലാസ്സിലും. ചെറുതിൽ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, സ്ക്വാഷാണ് വെള്ളം ആഡ് ചെയ്തിട്ടില്ല ചെറുതില്. മറ്റേ വലിയ ക്ലാസ്സിലേക്ക് ഞാൻ അതിന് അല്ലല്ല, ഇതെന്താണ്? ഇതെന്റെ സിറപ്പാണ്. സിറപ്പാണ്. ഓക്കെ, ഇതെടുത്ത് കുടിച്ചാൽ പണിയാണ്. വെള്ളം ആഡ് ചെയ്ത് ഇതാണ് കുടിക്കണ്ടേ? ഓക്കെ, സിറപ്പ്, ഇത് സ്ക്വാഷ്. ഇതാണ് സ്ക്വാഷ് അല്ലേ? ഇത് വെള്ളം ആഡ് ചെയ്ത് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിന് റെഡി. ഐഡിയ സ്ക്വാഷ് ഉണ്ടാക്കാൻ എങ്ങനെ വന്നേ? എനിക്കത് കണ്ടപ്പോ ഒന്നെങ്കിൽ പിക്കിള് അല്ലെങ്കിൽ സ്ക്വാഷ്, അത് രണ്ടെണ്ണം എന്റെ മനസ്സിൽ വന്നു. ഫസ്റ്റ് വന്നത് എനിക്ക് സ്ക്വാഷ് ആയതുകൊണ്ട്. അതെ, അത് നിങ്ങളോട് കുറച്ച് ജാമും സ്ക്വാഷും പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അത് നമ്മുടെ കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരു റൗണ്ടിൽ ജാമോ സ്ക്വാഷോ തരണം. അതങ്ങോട്ട് പ്രയോഗിച്ചു അല്ലേ? അതാണ് അതിന്റെ സത്യാവസ്ഥ. അതുകൊണ്ട് ജാം കൺസിസ്റ്റൻസി എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരാൾ ജാം 2 ബ്രെഡ്, അപ്പോൾ ഇതിട്ടു. മറ്റേ ആള് സ്ക്വാഷിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി രണ്ടാളും പറയുന്നു. ഇങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ കടമ. കഷ്ടം. ഓക്കെ, സ്വാദ് നോക്കി. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിലിപ്പോൾ 15 മിനിറ്റിൽ ചെയ്യാൻ തന്ന കാര്യത്തിൽ എത്രത്തോളം നീതി പുലർത്തി എന്നുള്ളത്. സ്ക്വാഷ് എന്നൊക്കെ പറയുന്ന ഒരു സിമ്പിൾ സാധനം തന്നെയാണ്. 15 മിനിറ്റ്സ് അധികമാണോ എന്ന് ചോദിച്ചാൽ അത് തന്നെ കൂടെ. പിന്നെ നിങ്ങളത് വേവിച്ച് എന്താണ് അല്ലേ
അങ്ങനെയല്ല, ഫ്രഷ് ജ്യൂസ് അല്ല, ഇറ്റ് വാസ് എ സ്ക്വാഷ്. സിറപ്പ് ഉണ്ടാക്കുന്നു അങ്ങനെ. പിന്നെ ഒരാൾ ജാം ഉണ്ടാക്കും, പിക്കിള്. നാച്ചുറലായിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം കാര്യങ്ങളും. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആരും ചിന്തിച്ചില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പരാജയമാണ്. ആ ഒരു ഫ്രെയിം വർക്കിനകത്ത് തന്നെയാണ് നിങ്ങൾ നിന്നത്. സംതിങ് ഡിഫറെൻറ്റ് ഈ 15 മിനിറ്റ്സിൽ നിങ്ങൾക്കൊന്നും തോന്നിയില്ല. അവിടെ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സാലഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാമായിരുന്നു, മനസ്സിലായില്ലേ? ദർ ആർ ലോട്ട് ഓഫ് അതർ ഓപ്ഷൻസ് ഓൾസോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഫ്ലേവർ കിട്ടുന്ന രീതിയിലും വേറെ കാര്യങ്ങൾ ആലോചിക്കും. പക്ഷെ ഒന്നും ചെയ്തില്ല. അപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ നോക്കുകയായിരുന്നു ഓരോന്നിൻ്റെയും. പിക്കിള് 2 പിക്കിളും തിരക്കേടില്ല. അങ്ങനെ നോക്കുമ്പോൾ സ്ക്വാഷ് 2ഉം തിരക്കേടില്ല. പിന്നെ ജാം അങ്ങനെ വരുന്നു, മനസ്സിലായില്ലേ? പിന്നെ ഇതിലെ പെർഫെക്ഷനാണ് പിന്നെ നോക്കുന്നത്. ഐറ്റം ഓക്കെ, ഞങ്ങളെല്ലാവരും ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡിലേക്ക് പോയി. അതിന് ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല. സ്ക്വാഷ്, ജാം, പിക്കിള്, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കും. പിന്നെ ഇതിൽ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാക്കി എന്നുള്ളത്. പിക്കിളിനെ കുറിച്ച് അങ്ങനെ ഒരു കുറ്റം പറയാനില്ല വാസ്തവത്തിൽ. ഒരുവിധം പിക്കിളായിട്ട് തന്നെയാണ്. പിന്നെ ജാമിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും പിന്നെ സ്ക്വാഷായിട്ട് തന്നെ വന്നു ഫൈനലി. അദ്ദേഹം വേറൊരു മെത്തേഡ് ഓഫ് സ്ക്വാഷ് വെച്ചിരുന്ന് കുടിക്കാൻ പറ്റിയ സ്ക്വാഷാണെന്ന് പറയാൻ പറ്റില്ല. അത് താങ്കൾക്ക് വേണമെങ്കിൽ അരിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ. ഇദ്ദേഹം ചെയ്ത പോലെ സിറപ്പ് പ്രത്യേകം സൂക്ഷിച്ചിട്ട്. പിന്നെ വരുന്നത് ജാമിൻ്റെ കാര്യം. ജാമിന് എത്രത്തോളം കൺസിസ്റ്റൻസി വാസ് ഓക്കെ, നോ ഡൗട്ട്. പക്ഷെ പ്രൊപ്പോർഷൻ ഇല്ലല്ലോ. ഒളിച്ച് റെഡിയായി അല്ലേ? നമുക്ക് ജാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ചെയ്യാനുള്ള സാധനമല്ലേ. വിത്ത് ബ്രെഡോ എന്തെങ്കിലും കഴിക്കാൻ നമ്മളെങ്ങനെ കഴിക്കും? ഭയങ്കര സാർ ടേസ്റ്റ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഒരു പക്ഷേ പഞ്ചസാരയുടെ അളവ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചേർത്ത് കുറച്ച് സ്വീറ്റ്. ജാം ഈസ് സപ്പോസ് ടു ബി സ്വീറ്റ്. ആ ഒരു സ്വീറ്റ് ടേസ്റ്റ്, സാർ ടേസ്റ്റ് ഇച്ചിരി ആകാം. അരി ഇത് പുളിഞ്ചിക്ക് ആയതുകൊണ്ട് ഒരു അല്പം ചെറിയൊരു പുളി, ലേശം ഒരു പുളിയോടുകൂടി വരാം. പക്ഷെ അത് പുളി മാത്രം മേളിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂട്ടത്തിൽ അഞ്ജലിയുടെയാണ് വേറിട്ട് നിൽക്കുന്നത്. മറ്റതെല്ലാം കമ്പാരിറ്റീവ് ഇവാലുവേഷൻ. രണ്ടുപേരുണ്ട്. ഇപ്പോൾ ഏതാണ്ടൊരു നോക്കൗട്ട് സ്റ്റൈലിൽ നിൽക്കുവാണ്. എല്ലാം നോക്കി. അപ്പോൾ ഇനി ഇത് ഡേഞ്ചർ സോൺ അല്ല, സ്ട്രേറ്റ്. ഇനിയിപ്പോൾ അധികം റൗണ്ട്സ് ഒന്നുമില്ല. ഇനി നേരെ സെമി ഫൈനലാണ്. ഇവരെല്ലാവരും ബാക്കിയുള്ളവരെല്ലാം സെമി ഫൈനലിസ്റ്റുകളാകുന്നു. അത് കഴിഞ്ഞാൽ സെമി ഫൈനലിൽ നിന്നും എഗെയിൻ ഒരു 3 ആൾക്കാർ എലിമിനേറ്റഡ് ആകും. പിന്നെ 5 ആൾക്കാർ മാത്രമേ ഫൈനൽസിലേക്ക് കടന്നു വരൂ. അതാണ് അതിൻ്റെ ക്ലിയർ പിക്ചർ. സോ ഈ റൗണ്ടിൽ നിന്നും ഇപ്പോൾ ഈ എലിമിനേഷൻ റൗണ്ടിൽ അഞ്ജലിയാണ് എക്സ്പീരിയൻസ് മാം. അത് ശരിക്കും വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. മീൻസ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ തന്നെ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ അംഗമാകാൻ പറ്റിയതും ഒരു ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ എത്താൻ പറ്റിയതും എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റാണ്. മീൻസ് എന്നെ അറിയാവുന്നവർക്കും അറിയാം ഞാൻ ഏത് ലെവലിലാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയാം. ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ബ്രൗസ് ചെയ്ത് ഓരോ ഐറ്റംസ് കണ്ടുപിടിച്ച് ഇവിടെ വന്ന് ചെയ്യാൻ ശ്രമിച്ചത് വരെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷം മാത്രമാണ്. അല്ലാതെയൊക്കെ നമ്മൾ സാധാ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ വന്നത് വളരെ വലിയ കാര്യമാണ്. ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. എസ്പെഷ്യലി മാമിനെ പരിചയപ്പെടാൻ പറ്റിയത് വളരെ വലിയ കാര്യമാണ്. ഏതായാലും നമ്മൾക്ക് സന്തോഷം. കാര്യം ഇനി വളരെ കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. വാസ്തവത്തിൽ യു ഹാവ് കം എ ലോങ് വേ അല്ലേ? ഒരുപാട് അച്ചീവ്മെൻ്റ് എന്ന് തന്നെ പറയാം. കാര്യം ഒരുപാട് പേര് ഇടയ്ക്ക് വെച്ച് പോയില്ല. അവർക്ക് എത്ര റൗണ്ട്സ് കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഇനി ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക്. അപ്പോൾ ഇതൊരു ഭയങ്കര നല്ല കാര്യമാണ്. ഇതൊരു പരാജയമായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടോ വിചാരിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഔട്ടായതിന്റെ വിഷമത്തിലല്ല, ശരി, എല്ലാവരെയും പിരിയുന്നതിന്റെ ഒരു വിഷമം. അതെ, ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റ് ആയി. എനിക്കറിയാം ഇനി കുറച്ച് റൗണ്ട്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനിയും ഒരുപാട് കാലം എന്തായാലും ഇവരുടെ ഒപ്പവും ഒന്നും എന്തായാലും ചെലവഴിക്കാൻ പറ്റില്ല. എങ്കിലും
കുറെ നല്ല ഓർമ്മകളും കുറെ നല്ല സൗഹൃദങ്ങളും, അല്ലേ? അതിന്റെ വിഷമങ്ങളല്ല, ഔട്ടായി പോയതിന്റെ ഒരു വിഷമം അല്ല. എത്രത്തോളം പോകാൻ പറ്റി അത് തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് കോമ്പറ്റീഷൻ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ. അപ്പോൾ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുറേ നല്ല കാര്യങ്ങൾ, എല്ലാം പോസിറ്റീവായിട്ട്. അപ്പോൾ ഇനി ഏതൊക്കെ മേഖലകളിലാണ് വീക്കായി പോകുന്നത് അതിലേക്ക് കൂടുതൽ ബിൽഡപ്പ് ചെയ്ത് വരിക. കൂടുതൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സംഭവിക്കാൻ, അല്ലേ? ഈ വിവാഹം, ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ഈ എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഭാവി ജീവിതത്തിൽ ഉപകാരമാകും, അല്ലേ? കുറേ കുക്കിങ്ങിൽ കൂടുതൽ പഠിച്ചു. അപ്പോൾ നല്ലൊരു കുടുംബിനിയാകാൻ സാധിക്കും. നല്ല രീതിയിൽ പാചകം ചെയ്ത് കൊടുക്കാം ഫാമിലിക്കായിട്ട്. സോ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ടു കം. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആൻഡ് എ മെമ്മന്റോ ഷെഫ്. അപ്പോൾ അഞ്ജലി നിങ്ങളുടെ പാർട്ട് ഓഫ് യുവർ ഗ്രൂപ്പായിരുന്നു കോമ്പറ്റീഷൻ്റെ ഇതുവരെയുള്ള എപ്പിസോഡ്സിലെല്ലാം ഉണ്ടായിരുന്നു, ഓൾ റൗണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് അഞ്ജലി ഇപ്പോൾ പോകുമ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും അല്ലല്ലോ പോകുന്നത്, ജസ്റ്റ് ഫ്രം ദിസ് എങ്കിലും നല്ല ഓർമ്മകളുണ്ടാവും, അല്ലേ? അഞ്ജലിയെക്കുറിച്ച് എന്തെങ്കിലും? ആരാണ് അഞ്ജലിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരായിരുന്നു ഇവിടെ? ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? ഷമീർ. ഓക്കെ, അപ്പോൾ ഷമീർ തന്നെ പറയുന്നത്. ഓക്കെ, ഷമീർ പറയും. അഞ്ജലിക്കുട്ടി പോകുന്നതിൽ എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പിന്നെ ഒരു കോമ്പറ്റീഷനാണ്. ഇപ്പം അഞ്ജലിക്കുട്ടി അല്ലെങ്കിൽ ആരായാലും പോകണം, ചിലപ്പോൾ ഞാനാണെങ്കിലും പോകണം, അറിയില്ല. ആർക്കായാലും മാം നേരത്തെ പറഞ്ഞതുപോലെ 3 സ്ഥാനമേ ഉള്ളൂ, അറിയില്ല. പിന്നെ അഞ്ജലിക്കുട്ടി പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. കണ്ടിന്യൂ ഫ്രണ്ട്ഷിപ്പ്, അല്ലേ? ഓക്കെ, അങ്ങനെ നല്ല കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. അങ്ങനെ നമ്മളുടെ എലിമിനേഷൻ റൗണ്ട് അവസാനിച്ചു. വളരെ സന്തോഷമുള്ള ഒരു എപ്പിസോഡായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളോടൊപ്പം ഇത്രയും ദിവസം ഉണ്ടായിരുന്ന അഞ്ജലിക്കുട്ടി ഇന്ന് ഈ കോമ്പറ്റീഷനിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. വളരെ നല്ല വ്യത്യസ്തമായ വിഭവങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ കുറേ എപ്പിസോഡ്സ് അല്ലെങ്കിൽ കുറേ റൗണ്ട്സ് ആയിട്ട് അഞ്ജലി നമ്മളോടൊപ്പം ഈ കോമ്പറ്റീഷനിലുണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളും. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ, ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ സൗഹൃദങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും സൗഹൃദങ്ങളൊന്നും അവസാനിക്കുന്നില്ല. പക്ഷേ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ചിലരെങ്കിലും പിന്നിലേക്ക് പോകേണ്ടി വരും. അത് ആ രീതിയിൽ കണ്ടാൽ മാത്രം മതി. എങ്കിലും ചെറിയൊരു നൊമ്പരം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ. സാരമില്ല, പക്ഷേ നമ്മൾക്ക് മത്സരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി വരുന്നത് സെമി ഫൈനൽ റൗണ്ട്സാണ്. അത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ കാണുക. അതുവരെ